ഹായ് എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ. അപ്പം നമ്മുടെ കെമിസ്ട്രി ഡേയുടെ ഭാഗമായിട്ട് രാവിലെ മുതൽ എല്ലാവരും ഇങ്ങനെ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ 2 ടോപ്പിക്സും കൂടെ നമ്മൾ പഠിച്ചതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സൊല്യൂഷൻസ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പം ഈ ടോപ്പിക്ക് ഇൻഡെപ്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാനുള്ള ഒരു സമയം നമുക്കില്ല. പക്ഷേ എന്നാലും ഒരു ഓവർവ്യൂ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിവിഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടോപ്പിക്ക് കേൾക്കുന്നതെങ്കിലും ആ ടോപ്പിക്കിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രീവിയസ് ഇയറിൽ ഇവിടെ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പറ്റിയാണ്. ഡാൾട്ടൻസ് അറ്റോമിക് തിയറി. അപ്പം ഡാൾട്ടൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി ആദ്യമായിട്ട് മെൻഷൻ ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഡാൾട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാൾട്ടൻ ഫസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആ പാർട്ടിക്കിൾസിൻ്റെ പേര് ആറ്റംസ് എന്നാണ്. ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്. എലമെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആസ് ആറ്റംസ് അല്ലേ. ഇതാണ് ഡാൾട്ടൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റവും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹൈഡ്രജൻ കൺസിഡർ ചെയ്തു. ഹൈഡ്രജൻ്റെ എല്ലാ ആറ്റവും സെയിം ആയിരിക്കും. എല്ലാ ഹൈഡ്രജൻ ആറ്റവും ഒരുപോലെ ഇരിക്കും. അതുപോലെ എല്ലാ ഹീലിയം ആറ്റവും എന്ത് ചെയ്യും, ഒരുപോലെ ഇരിക്കും. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞത്, ഡാൾട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഡാൾട്ടൻ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഹൈഡ്രജൻ്റെ ആറ്റം പോലെ ആയിരിക്കത്തില്ല ആരുടെ ആറ്റം എന്ന് പറയുന്നത്, ഹീലിയത്തിൻ്റെ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് ഡാൾട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്സ്. ആറ്റംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, എന്ത് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ആര് സംസാരിച്ചത്, ഡാൾട്ടൻ ആറ്റത്തിനെ പറ്റിയിട്ട് സംസാരിച്ചത്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറയുന്നത് എലമെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ബേസ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആറ്റം ആണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വേറെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ അല്ലേ. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റവും ഐഡൻറ്റിക്കൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഐസോടോപ്പിനെ പറ്റിയൊക്കെ കേട്ടില്ല. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, സെയിം അറ്റോമിക് നമ്പറും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പറുമുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ഐസോടോപ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഐസോടോപ്സിൻ്റെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി ഇത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് അറിയുന്നൊരു ഐസോടോപ്പാണ് 1H1 2H1 3H1 അല്ലേ. ഹൈഡ്രജൻ, ഡ്യൂറ്റീരിയം, ട്രിഷ്യം, ഇവർ 3 പേരും ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. ഇവർ 3 പേരും ഹൈഡ്രജൻ തന്നെയാണ് അല്ലേ, സെയിം എലമെൻ്റ് ആണ്. പക്ഷേ ഇവരെന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലായി, തെറ്റാന്ന് മനസ്സിലായി. അപ്പം ഡാൾട്ടൻ അറ്റോമിക് തിയറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി പിന്നീട് സംസാരിച്ച ആളെന്ന് പറയുന്നത് നമ്മളുടെ പ്ലം പുഡിംഗ് മോഡലുമായിട്ട് വന്നിട്ടുള്ള ആരാണ്, ജെ തോംസൺ ആണ് അല്ലേ. നമ്മുടെ പ്ലം പുഡിംഗ് മോഡലുമായിട്ട് വന്ന ജെ തോംസൺ ആണ് രണ്ടാമത് എന്ത് ചെയ്തത്, ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി സംസാരിച്ചത്. അപ്പോൾ ജെ തോംസൺ എന്താണ് പറഞ്ഞത്, ജെ തോംസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം ഉണ്ട്. ആറ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പിയറാണ് അല്ലേ. ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പിയറാണ് അല്ലേ. ഇപ്പം ഇങ്ങനെ പോസിറ്റീവ് ചാർജുള്ളൊരു സ്ഫിയറാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇതിനകത്ത് ഇങ്ങനെ ഈക്വലായിട്ട് ഈ സ്ഫിയറിൻ്റെ അകത്ത് ഇവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയായിരിക്കും എന്നാണ് ആര് പറഞ്ഞത്, ജെ തോംസൺ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്ലം പുഡിംഗ് മോഡലെന്നും വാട്ടർമെലൺ മോഡലെന്നും ഒക്കെ പറയുന്നത്. കാരണം എന്താണ്, പുഡിങ്ങിനകത്ത് ഇപ്പോൾ പുഡിംഗ് എന്ന് ഫോർ എക്സാമ്പിൾ നമുക്ക് പായസം എടുക്കാം.
പായസത്തിനകത്ത് മുന്തിരിങ്ങ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ വാട്ടർ മെലണിന് കുരു കിടക്കുന്ന പോലെ. വാട്ടർ മെലൺ ഒരു പോസിറ്റീവ് ചാർജ് സ്ഫിയർ ആണെങ്കിൽ അതിനകത്ത് അതിൻ്റെ കുരു കിടക്കുന്നത് പോലെയാണ് ആരുള്ളതെന്ന് പറഞ്ഞു? ഇലക്ട്രോൺസ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളാണ് ആര്? നമ്മുടെ ജെ തോംസൺ. അതും കുറേ കാലം അത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ജെ തോംസന് ശേഷം ഈ ഇലക്ട്രോൺസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് സ്റ്റഡി എക്സ്പെരിമെൻറ്റ്സ് നടത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ റൂദർഫോർഡ് എന്ന് പറയുന്നത്. ആരാണ്? റൂദർഫോർഡ്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സോളാർ മോഡൽ ഓഫ് ആറ്റം എന്നൊക്കെ നമ്മൾ ആരെ പറയാറുണ്ട്? റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റൂദർഫോർഡ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനൊരു ബോക്സ്. ഓക്കെ, ഈ ബോക്സിനകത്ത് ഒരു കുഞ്ഞ് സ്ലിറ്റ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് ആൽഫ പാർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസ്, ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഹീലിയം ന്യൂക്ലിയസിന് പ്ലേസ് ചെയ്തു ഈ ഒരു ബോക്സിനകത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് അപ്പോൾ ഈ ഒരു കുഞ്ഞു സ്ലിറ്റേ ഉള്ളൂ. അപ്പോൾ ഈ സ്ലിറ്റിൽ കൂടെ എന്ത് ചെയ്യും? ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതിനെ ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്ക് ഹിറ്റ് ചെയ്യിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൻ്റെ പുറത്ത് ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനും കൂടെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് മനസ്സിലായില്ലേ? ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ സോഴ്സ്, ആ സോഴ്സ് നേരെ ഇങ്ങനെ പോയിട്ട് എവിടെ ഹിറ്റ് ചെയ്യും? ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ ഷീറ്റിൽ ടച്ച് ചെയ്യും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ആൽഫ പാർട്ടിക്കിളിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനും കൂടെ ഇതിൻ്റെ ചുറ്റും വെച്ചു. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തോംസൺസ് അറ്റോമിക് മോഡൽ വെച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇതിനകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഈ ബോർഡിനകത്തൂടെ പോകുന്ന പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് പാസ് ചെയ്ത് പോകും. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഗോൾഡ് ഫോയിലെങ്കിൽ ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോവും. അങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു 99% ബീമുകളും എന്ത് ചെയ്തു? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിൽ കൂടെ പാസ് ചെയ്ത് പോയി. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നു. ഇയാൾ നോക്കുമ്പോൾ, റുദർഫോർഡ് നോക്കുമ്പം കുറേ പേര് 99% ആൾക്കാരും നേരെ പോയി. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ചെറിയ ഡീവിയേഷൻ വന്നു. അതായത് ഇങ്ങനെ പോയിട്ട് ഇവർ ചെറിയ ആംഗിൾസിൽ എന്ത് ചെയ്തു? ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോയി. ചില ആൾക്കാർക്ക് ഒരു ചെറിയ ഡീവിയേഷൻ വന്നു, അവരെന്ത് ചെയ്തു? ചെറിയ ആംഗിൾസിൽ ഡീവിയേറ്റ് ചെയ്തിട്ട് പോയി. മറ്റു ചില ആൾക്കാർക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബൗൺസ് ബാക്ക് ചെയ്തു. അല്ലേ, അവർ ഇങ്ങനെ പോയിട്ട് എവിടെയോ ഇടിച്ചിട്ട് അതുപോലെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. അപ്പോൾ 3 കേസുകൾ വന്നു. ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്, തോംസൻ്റെ അറ്റോമിക് മോഡൽ വെച്ച് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നതാണ്? ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ എല്ലാ ആൽഫ പാർട്ടിക്കിളും കടന്നു പോകുന്നതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? 99% ആൾക്കാരും അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയി. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്തു? ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു. ചില ആൾക്കാരോ ബൗൺസ് ബാക്ക് ചെയ്തു. അപ്പോൾ ഇത് ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെയല്ല നമ്മുടെ ആറ്റം ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ആറ്റത്തിൻ്റെ പുതിയ മോഡൽ എന്താണെന്ന് എന്നിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ ഇവർ പ്രെഡിക്റ്റ് ചെയ്യുവാണ്. ഇവരെന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീലിയം, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പം ആൽഫ പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജാണ്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 99% ആൾക്കാരും സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? 99% ആൾക്കാരും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. അപ്പം അവർക്ക് ഫ്രണ്ടിൽ എന്തില്ല? തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി. ഒരാറ്റത്തിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദ സ്പേസും എന്താണെന്ന് പറഞ്ഞു? എംപ്റ്റി ആണെന്നാണ്
ആദ്യം ആര് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞു. എന്താ പറഞ്ഞത്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എം ടി. ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള മോസ്റ്റ് ഓഫ് ദ സ്പേസും എന്താണ്? എം ടി ആണ്. അതുകൊണ്ടാണ് 99% ആൽഫ പാർട്ടിക്കിൾസിനും ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ അവർ സ്ട്രേറ്റ് ലൈനിൽ പോയത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there is a positive charge at the center of the atom. അല്ലേ? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു അല്ലേ? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇവർ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ. ഒരാറ്റത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇതേ സെൻറ്ററിൽ തന്നെയാണ്. ഈ സെൻറ്ററിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. കാരണം ഈ സെൻറ്ററിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ? പോസിറ്റീവ് ചാർജുള്ള ഹീലിയത്തിനെ ഇത് റിപ്പൽ ചെയ്തിട്ട് ബൗൺസ് ബാക്ക് ചെയ്യത്തുള്ളൂ. അതായത് ആൽഫ പാർട്ടിക്കിളിനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജുള്ളൊരു സാധനത്തിൽ തട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇവർ ബൗൺസ് ബാക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്താണ്? വളരെ ചെറുതാണെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞ 3 കാര്യങ്ങൾ എന്താണ്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഇസ് എം ടി അല്ലേ? ആറ്റത്തിൻ്റെ അകത്തുള്ള മോസ്റ്റ് ഓഫ് ദ സ്പേസും എം ടി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൂടുതൽ 99% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോയത്, സ്ട്രെയിറ്റ് ലൈനിങ്ങനെ പാസ് ചെയ്ത് പോയത്. ചില ആൾക്കാർക്ക് സ്ലൈറ്റ് ഡീവിയേഷൻ ഉണ്ടായി. കാരണം എന്താണ്? അതിൻ്റെ സെൻറ്ററിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ചാർജ് കാരണമാണ്. അതായത് ഇങ്ങനെ വരുന്ന ഒരാൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോവും അല്ലേ? ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോവും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞ എന്താണ്? ഈ നടുക്കുള്ള ആൾ വളരെ കുഞ്ഞാണ് നമ്മുടെ ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം സ്ട്രെയിറ്റ് ലൈനിൽ വരികയും അവർ അതേപോലെ തന്നെ തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്തതെന്ന് നമുക്ക് പറഞ്ഞു. ബൗൺസ് ബാക്ക് ചെയ്തതെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ആര് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഒന്ന്, റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണെന്നാണ്. റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണ്? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്നൊക്കെ പറയും. ആൽഫ പാർട്ടിക്കിളിന് ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്തിട്ട് സ്കാറ്ററിംഗ് നടത്തുക ചെയ്തത്. അപ്പം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്നൊക്കെ പറയും. ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്ഡ് സെൻറ്റർ ഓഫ് ആറ്റം അല്ലെ? ആറ്റത്തിൻ്റെ നടുക്ക് നമ്മൾ എന്തുണ്ടെന്ന് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജിലുള്ളത് ആരാണ്? പ്രോട്ടോൺ ആണ് അല്ലേ? പ്രോട്ടോൺ ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ആണ് പ്രോട്ടോണിൻ്റെ ഡിസ്കവറിക്ക് കാരണമായിട്ട് മാറിയത്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇവിടെ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻസ് നമുക്കൊന്ന് നോക്കാം. കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ സ്പേസ് കോൾഡ് ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിൻ്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ സ്പേസിലാണ്. ആ സ്പേസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് മേജർലി കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആറ്റത്തിൻ്റെ നടുക്ക് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ആറ്റം ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ് അറ്റ് വെരി ഹൈ സ്പീഡ് അല്ലേ? പിന്നെ എന്ത് പറഞ്ഞു? ഈ ആറ്റത്തിൻ്റെ ചുറ്റും ആര് പോകുന്നുണ്ടെന്ന് പറഞ്ഞു? ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം നമ്മുടെ എന്തിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും? നമ്മുടെ ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഏകദേശം കിട്ടുന്നത് എവിടെ നിന്നാണ്? റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ നിന്നാണ്. അപ്പോൾ റൂദർഫോർഡ് എന്ത് പറഞ്ഞു? നടുക്ക് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് ഇങ്ങനെ ഹൈ സ്പീഡിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഇതിന് പറ്റിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു
ഇതനുസരിച്ച് ഒരു ചാർജുള്ള ആൾ, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് അറിയാമല്ലോ, ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഇങ്ങനെ ഹൈ സ്പീഡിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന് ചുറ്റും കറങ്ങുവാന്ന് വിചാരിച്ചോ. അങ്ങനെ കറങ്ങുവാണെങ്കിൽ ഇവഞ്ച്വലി എന്ത് ചെയ്യണം? ഇത് എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ പ്രോട്ടോണിൽ പതിക്കേണ്ടി വരും അല്ലെ. ഇവിടെ നിന്ന് കറങ്ങി തുടങ്ങുന്ന ഒരു ഇലക്ട്രോൺ, ഫോർ എക്സാമ്പിൾ ഇതൊരു പ്രോട്ടോൺ ആണ്, ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങനെ റിവോൾവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇത് റിവോൾവ് ചെയ്ത് അവസാനം വന്ന് എവിടെ പതിക്കണമെന്ന് പറഞ്ഞു? നമ്മുടെ പ്രോട്ടോണിൽ പതിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നു. അതായത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂദർഫോർഡിന് പറ്റിയില്ല. അതിനുശേഷം വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നീൽസ് ബോർ അല്ലേ. നീൽസ് ബോർ ആണ് ആർക്ക് ശേഷം വരുന്നത്? റൂദർഫോർഡിന് ശേഷം വരുന്നത്. അപ്പോൾ ബോർ വന്നിട്ട് എന്ത് ചെയ്തു? കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ, അതായത് റൂദർഫോർഡിന് പറ്റിയ മിസ്റ്റേക്ക് എന്താണ്? നമ്മുടെ ആറ്റത്തിൻ്റെ എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ട് ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാരണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ചാർജസ് അട്രാക്ട് ചെയ്യത്തില്ലേ, ഇവഞ്ച്വലി എന്ത് ചെയ്യും? അത് എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് അവസാനം പോയിട്ട് എവിടെ ടച്ച് ചെയ്യും? നമ്മുടെ പ്രോട്ടോണിൽ ടച്ച് ചെയ്യും. അപ്പം ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ടൊന്നും പറയാൻ ആർക്ക് പറ്റിയില്ല? റൂദർഫോർഡിന് പറ്റിയില്ല. അപ്പം ഇതിന് ഒരു പരിഹാരവുമായിട്ട് വന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ. ബോറിൻ്റെ ആറ്റം മോഡലിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ബോർ മോഡൽ അല്ലെങ്കിൽ ഷെൽ മോഡൽ എന്ന് പറയുന്ന ബോർ മോഡൽ ഓഫ് ആറ്റം ബോർ പറഞ്ഞു. അപ്പോൾ ബോറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ആയിരുന്നു അല്ലേ. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ആദ്യമായിട്ട് ആറ്റത്തിൻ്റെ തിയറിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ എന്ന് പറയുന്നത്. അപ്പോൾ നീൽസ് ബോർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീൽസ് ബോർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞതുപോലെ തന്നെ ആറ്റത്തിൻ്റെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ ഉണ്ട്. ഇതിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പാത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു ഫിക്സഡ് പാത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് പാത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറേ ഇലക്ട്രോൺസ് ഇവിടെ കൂടെ റിവോൾവ് ചെയ്യും, കുറേ ആൾക്കാർ അടുത്ത പുറത്തൂടെ, കുറേ ആൾക്കാർ അതിന് പുറത്തൂടെ, ഇങ്ങനെ ഫിക്സഡ് പാത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഫിക്സഡ് പാത്തിൽ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? എനർജി ലൂസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇലക്ട്രോൺ എനർജി ലൂസ് ചെയ്തിട്ടാണ് അവസാനം പോയി എവിടെ പതിക്കുന്നത്? പ്രോട്ടോണിൽ പതിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഒരിക്കലും എനർജി എന്ത് ചെയ്യത്തില്ല? റേഡിയേറ്റ് ചെയ്യത്തില്ല എന്ന് ആര് പറഞ്ഞു? ബോർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന് ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തോട്ട് വരണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? എനർജി കൊടുക്കണം. എനർജി റിസീവ് ചെയ്താൽ മാത്രമേ ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരത്തുള്ളൂ. അതായത് നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഓർബിറ്റുകൾക്ക് എനർജി കുറവും പുറത്തേക്ക് പോകുന്നതോറും എനർജി കൂടി വരുമെന്നാണ് ബോർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിന് എനർജി സപ്ലൈ ചെയ്താൽ അത് എന്ത് ചെയ്യും? അതിനെ തൊട്ട് പുറത്തെ ഓർബിറ്റിലേക്ക് പോകും. അതിനിവിടെ നടുക്ക് നിൽക്കാനൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? തൊട്ട് പുറത്തെ ഓർബിറ്റോട്ട് പോകാനേ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഒരാളുടെ എനർജി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും? അതിൻ്റെ താഴത്തെ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഫിക്സഡ് ആയിട്ടുള്ള പാത്തിനെ നീൽസ് ബോർ വിളിച്ചത് ഓർബിറ്റ്സ് എന്നായിരുന്നു. ഓർബിറ്റ്സ് എന്നാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിനെ ആര് വിളിച്ചത്? ബോർ വിളിച്ചത്. അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയും. അപ്പം ഈ പാത്തുകൾക്ക് ബോർ പേരിട്ടു കെ, എൽ, എം, എൻ എക്സെട്ര. ഇലക്ട്രോണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ കെ, അതിൻ്റെ പുറത്തുള്ള ആൾ എൽ, അതിൻ്റെ പുറത്തുള്ള ആൾ എം, അതിനും പുറത്തിപ്പോൾ ഒരാളുണ്ടെങ്കിൽ അയാളാണ് എൻ. ഓക്കെ, ഇനി ഇവർക്ക് ഓരോ നമ്പറും കൊടുത്തു, ക്വാണ്ടം നമ്പേഴ്സ്. കെയുടെ വാല്യൂ 1 ആണ്, എല്ലിൻ്റെ വാല്യൂ 2 ആണ്, എമ്മിൻ്റെ വാല്യൂ 3, എന്നിൻ്റെ വാല്യൂ 4. ഓക്കെ, ഇങ്ങനെ നമ്പേഴ്സും കൊടുത്തു. ഇനി ഇങ്ങനത്തെ ഒരു ഓർബിറ്റിൽ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് 2n². ഫോർ എക്സാമ്പിൾ കെ ഈക്വൽ ടു 1, അല്ലെങ്കിൽ കെ 1 ആണല്ലോ, കെയുടെ വാല്യൂ n ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 × 1². അതായത് 2 ഇലക്ട്രോൺസ് ആണ് നമുക്ക് മാക്സിമം നമ്മുടെ കെ ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തുള്ള ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തെ എല്ലിലേക്ക് നോക്കുവാണ്. രണ്ടാമത്തെ ആൾ എല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ. 2 × 2² എന്ന് പറയും. അതായത് 2 × 4 8 ഇലക്ട്രോൺസിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? എൽ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരു ഷെല്ലിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടെ ആര് പറഞ്ഞു? നമ്മുടെ ബോർ പറഞ്ഞു. അപ്പോൾ ഇതാണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് പോസ്റ്റ്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. പറഞ്ഞേക്കുന്നത് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽസ് ഓർ എനർജി ലെവൽസ് KLMN. അപ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഫിക്സഡ് സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. ആ ഫിക്സഡ് സർക്കുലർ പാത്തിന് നമ്മൾ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയും. ഓക്കെ, ഇതിന് KLMN എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എ ഷെൽ ഇസ് 2n². ഒരു ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2n² ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് ഈച്ച് ഓർബിറ്റ് ഹാസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഫിക്സഡ് എനർജി. ഓരോ ഓർബിറ്റിനും എന്തുണ്ട്? ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫിക്സഡ് എനർജി ഉണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞത് ദ ഇലക്ട്രോൺസ് വിൽ not radiate energy as long as they contribute to revolve around the nucleus in the fixed orbital shells. അതായത് ഒരു ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഷെല്ലിലുള്ളിടത്തോളം കാലം എന്ത് ചെയ്യത്തില്ല? അത് എനർജി ലൂസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യത്തില്ല. അതിൻ്റെ എനർജി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് പറഞ്ഞത് ഓർബിറ്റ്സ് ഫാർദർ ഫ്രം ദ ന്യൂക്ലിയസ് എക്സിസ്റ്റ് അറ്റ് ഹയർ എനർജി ലെവൽസ്. അതായത് നമ്മൾ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ആൾക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ കെ ഷെല്ലിനായിരിക്കും കുറച്ച് എനർജി വരുന്നത്. എൽ ഷെല്ലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ എനർജി പിന്നെയും കൂടുതലായിരിക്കും. വെൻ ഇലക്ട്രോൺസ് റിട്ടേൺ ടു ലോവർ എനർജി ലെവൽ ദേ എമിറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അതായത് ഇപ്പം എൽ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് കെ ഷെല്ലിലേക്ക് വരണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ലൂസ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ലോവർ ലെവലിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഹയർ ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം ആറ്റത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ആറ്റത്തിൻ്റെ ഡിസ്കവറി ലൈക്ക് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇൻവെൻറ്റ് ചെയ്തത് നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന് ഒരു പോസിറ്റീവ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെൻറ്ററിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. ന്യൂക്ലിയോൺസ് എന്ന് പറയാൻ കാരണം ന്യൂക്ലിയസ് എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരെയൊക്കെ കൊണ്ടാണ്? പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൊണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരെ കൊണ്ടാണ്? പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൊണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിക്കും? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ്ലെസ് ആണ്. അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. ഇലക്ട്രോൺസ് ഇതിൻ്റെ ചുറ്റും എന്ത് ചെയ്യും? ഫിക്സഡ് സർക്കുലർ പാത്തുകളിൽ റിവോൾവ് ചെയ്യും. ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് വഴി നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് വഴി ആരാണ് കണ്ടുപിടിച്ചത്? റൂദർഫോർഡാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? റൂദർഫോർഡ് എന്നായിരിക്കണം. ഇനി ചില സമയത്ത് ഇതിന് മുന്നേ ഈ റൂദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് നടത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്? ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ കാഥോഡ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? പോസിറ്റീവ് ചാർജുള്ള ബീമാണ്. അപ്പോൾ അതിനകത്ത് ബേസിക്കലി പ്രോട്ടോൺസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡ്സ്റ്റീൻ്റെ പേരും പ്രോട്ടോണിൻ്റെ ഇൻവെൻഷനുമായിട്ട് ചേർത്ത് വെച്ച് പറഞ്ഞു കാണാറുണ്ട്. ഓക്കെ, അപ്പം എപ്പോഴും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഓപ്ഷനിൽ റൂദർഫോർഡ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ. സംടൈംസ് ഇപ്പോൾ എവിടെയെങ്കിലും റൂദർഫോർഡിന് പകരം ഗോൾഡ്സ്റ്റീൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗോൾഡ്സ്റ്റീന് ഒരു ആൻസറായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഗോൾഡ്സ്റ്റീൻ കണ്ടുപിടിച്ച കാര്യങ്ങളിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞത് റൂദർഫോർഡാണ് കേട്ടോ. അപ്പോൾ റൂദർഫോർഡ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ റൂദർഫോർഡ് തന്നെയാണ് ആൻസർ. അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ്സ്റ്റീൻ എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുക. അത് കഴിഞ്ഞ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് J.J. തോംസൺ ആണ്. ഇലക്ട്രോൺസിന് ഇലക്ട്രോൺ എന്ന് പേര് കൊടുത്തത് സ്റ്റോണിയാണ് കേട്ടോ. ജോൺ സ്റ്റോണിയാണ് എന്ത് ചെയ്തത്? ഇലക്ട്രോൺസിന് ഇലക്ട്രോൺസ് എന്ന് പേര് കൊടുത്തത്. ഓക്കെ, കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? J.J. തോംസൺ ആണ്. പക്ഷേ പേര് കൊടുത്തത് ആരാണ്? സ്റ്റോണിയാണ്.
അത് കഴിഞ്ഞിട്ട് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. അതുപോലെ പ്രോട്ടോൺസിന് പ്രോട്ടോൺ എന്നുള്ള നെയിം കൊടുത്തത് ആര് തന്നെയാണ്? റൂദർഫോർഡ് തന്നെയാണ്. നെയിം കൊടുത്തത് റൂദർഫോർഡ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയോൺസ് നമ്മൾ പറഞ്ഞു. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോൺസ് എന്ന് പറയും. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയോൺസിൻ്റെ പാർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നതാണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും. ഒരു ആറ്റത്തിന്, ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് എപ്പോഴും എന്തെന്ന് പറയുന്നത്? അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഏതൊരു ആറ്റത്തിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് in a nucleus is called as atomic number and always equal to the number of electrons in orbit about the nucleus in a non-ionized atom. അതായത് നമ്മൾ ഒരു ഇലക്ട്രോൺ, ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ചാർജ് ഇല്ലാത്ത ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. കാരണം പോസിറ്റീവ് ചാർജിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് എവിടെ കാണും? പുറത്ത് കാണും. അപ്പോൾ ചാർജ് ഇല്ലാത്തൊരു ആറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് നമ്മുടെ അറ്റോമിക് നമ്പർ. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് അറ്റോമിക് നമ്പറായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്പർ സെയിം ആയിരിക്കും. പക്ഷേ ഒരു ചാർജ് വന്നു കഴിയുമ്പോൾ, ഈ ആറ്റത്തിന് ചാർജ് വന്നു കഴിയുമ്പോൾ എന്താവും? ഇത് ഡിഫറെൻ്റ് ആവും അല്ലേ? ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോൺസ് നമ്മളൊരു ആറ്റത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അൺചാർജ്ഡ് ആയിട്ട് ഉള്ള ആറ്റത്തിൻ്റെ പ്രോട്ടോൺസിൻ്റെയോ ഇലക്ട്രോൺസിൻ്റെയോ നമ്പറാണ് അറ്റോമിക് നമ്പർ. അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്മൾ എപ്പോഴും ടെക്നിക്കലി പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടെ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടെ നമ്പർ ആഡ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പം ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് മാസ് നമ്പർ. അപ്പം ബേസിക്കലി ഇവർ ഒരേ എലമെൻറ്റ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈഡ്രജൻ 1H1, 2H1, 3H1 അല്ലേ? അപ്പം ഈ താഴെ ഇങ്ങനൊരു ആറ്റത്തിനെ നമ്മൾ ഇങ്ങനെ 1H1 എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അറ്റോമിക് നമ്പറാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മാസ് നമ്പറാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മൂന്ന് സ്ഥലത്തെയും അറ്റോമിക് നമ്പർ സെയിം ആണ്. സെയിം അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ ഇവർ മൂന്ന് പേരും ഒരേ ആൾക്കാരാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്താണ് ഇവിടെ? മാസ് നമ്പർ ഒരാൾക്ക് ഒന്നാണ്, മറ്റേ ആൾക്ക് രണ്ടാണ്, അടുത്ത ആൾക്ക് മൂന്നാണ്. അപ്പോൾ മൂന്ന് സ്ഥലത്തെയും നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ന്യൂട്രോൺസ് മാറി. ഇങ്ങനെയുള്ള പെയറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അതായത് സെയിം അറ്റോമിക് നമ്പറാണ്, പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തത് ഐസോബാർസ് എന്ന് പറയും. ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞിട്ട് നേരെ ഉൾട്ടയാണ്. അതായത് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ സെയിം മാസ് നമ്പർ ആയിരിക്കും. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് കാൽഷ്യവും ആർഗണും എടുക്കാം. കാൽഷ്യവും ആർഗണും, കാൽഷ്യത്തിൻ്റെയും ആർഗണിൻ്റെയും മാസ് നമ്പേഴ്സ് 40 ആണ്. പക്ഷെ ഒബിയസ്ലി ഇവർ രണ്ടാൾക്കാരായതുകൊണ്ട് ഇവരുടെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇനി ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അതായത് ഇവർക്ക് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും. രണ്ട് ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും? ഐസോട്ടോൺസ് എന്ന് പറയും. ഇനി അടുത്ത് വരുന്നതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഐസോ ഇലക്ട്രോണിക് അല്ലേ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ Na+ഉം ഫ്ലൂറിൻ മൈനസും. Na+ എന്ന് പറയുമ്പം സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ? 11. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തു അല്ലേ? അപ്പോൾ Na+ ആയി. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു, അപ്പോൾ Na+ ആയി. Na+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിട്ട് മാറും? 10 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇനി ഫ്ലൂറിൻ നോക്കാം. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്?
9 അതായത് 9 ഇലക്ട്രോൺസും 9 പ്രോട്ടോൺസും ആണ് ഇവിടെ ഫ്ലൂറിനുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, 10ാമത്തെ ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ കൂടെ ആഡ് ചെയ്തു. കാരണം F- എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്, ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ കൂടെ ആഡ് ചെയ്ത്. അപ്പം ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആയി, 10 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അതായത് Na+നും 10 ഇലക്ട്രോൺ ആണ്, F-നും 10 ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ എന്ത് പറയും, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് സമയം പോലെ പഠിച്ചുകൊള്ളുക. പക്ഷേ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more പ്യുവർ നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസസ്. ഒന്നോ അതിൽ രണ്ടോ അതിൽ കൂടുതലോ നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസിനെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇവർ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, സൊല്യൂഷൻസ് എന്ന് പറയും. ദ സോൾവെന്റ് ഈസ് ദ മെറ്റീരിയൽ ദാറ്റ് യൂഷ്വലി ഡിസൈഡ്സ് ദ solution's physical state and the solutes is the product that solvent dissolves in. അതായത് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. ഇതിനകത്ത് സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള സാധനമായിരിക്കും സൊല്യൂട്ട്, ലാർജർ ക്വാണ്ടിറ്റിയിലുള്ള സാധനമായിരിക്കും ആരെന്ന് പറയുന്നത്, സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നല്ല പരിചയമുള്ളൊരു സൊല്യൂഷനാണ് ഷുഗർ, അല്ലേ, ഷുഗർ വാട്ടർ, പഞ്ചസാര വെള്ളം. പഞ്ചസാര വെള്ളം എന്ന് പറയുമ്പോൾ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്, ഷുഗറുമുണ്ട് വാട്ടറുമുണ്ട്, അല്ലേ. ഷുഗറും വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഷുഗർ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂണ് പഞ്ചസാര കലർത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആരാണ് കൂടുതലുള്ളത്, ഇവിടെ കൂടുതലുള്ളത് വെള്ളമാണ്. അപ്പോൾ വെള്ളം ആരായിട്ട് മാറും, സോൾവെൻ്റായിട്ട് മാറും. കുറവുള്ളത് ആരാണ്, ഷുഗറാണ്. ഷുഗർ ആരായിട്ട് മാറും, സൊല്യൂട്ടായിട്ട് മാറും. ഇങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ കിട്ടും. ഇവിടെ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലുള്ള ആളാണ് അതിൻ്റെ വെള്ളം, അല്ലേ. ഷുഗർ സോളിഡ് ഫോമിലാണ്, വാട്ടർ ലിക്വിഡ് ഫോമിലാണ്. അപ്പം ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഷുഗർ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അതേ ഫിസിക്കൽ സ്റ്റേറ്റിലേക്കായിരിക്കും, അല്ലെങ്കിൽ സോൾവെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഒന്ന് നോക്കാം. സൊല്യൂഷൻസ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ സോൾവെൻറ്റിനെയും സൊല്യൂട്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ്. സോ ഫസ്റ്റ് വരുന്നത് സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസ് ആണ്. എക്സാമ്പിൾ വരുന്നത് അലോയ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അലോയ്സ് എന്തിന് എക്സാമ്പിൾ ആണ്, അലോയ്സ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് അയണും ഉണ്ട് ബ്രാസും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഇവരെ രണ്ടുപേരെയും നമ്മൾ ഉരുക്കിയിട്ട് ഇവരെ മിക്സ് ചെയ്യും. അപ്പോൾ ബേസിക്കലി രണ്ടുപേരുടെയും ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, സോളിഡ് ആണല്ലോ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അലോയ്സ് കിട്ടും. അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ മെറ്റൽസിൻ്റെ രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, അലോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ അലോയ്സ്. അത് കഴിഞ്ഞിട്ട് ലിക്വിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസ്, ഒരു ലിക്വിഡ് മറ്റൊരു സോളിഡിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ലിക്വിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിളാണ് നമ്മുടെ മെർക്കുറി താലിയം മെറ്റലുമായിട്ട് മിക്സ് ചെയ്യുന്നത്. മെർക്കുറി നിങ്ങൾക്ക് അറിയാമായിരിക്കും, മെർക്കുറിയും എന്ത് തന്നെയാണ്, ഒരു മെറ്റലാണ്. മെർക്കുറി ഒരു മെറ്റലാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ലിക്വിഡ് ഫോമിലുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ആൻസർ എന്തായിട്ട് പറയണം, ലിക്വിഡ് മെറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി എന്ന് പറഞ്ഞത്. നമ്മുടെ BP ഒക്കെ നോക്കുന്ന മെഷീൻ്റെ അകത്ത് ഒരു ബോൾ പോലത്തെ സാധനം ഇങ്ങനെ കയറിപ്പോകത്തില്ല, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത്, അല്ലേ. അപ്പം ലിക്വിഡ് മെറ്റൽ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയണം, മെർക്കുറിയുടെ പേര് പറയണം. അപ്പോൾ ഈ മെർക്കുറി താലിയം മെറ്റലുമായിട്ട് മിക്സ് ചെയ്യുന്നത് നമുക്ക് എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം, ലിക്വിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അടുത്തത് സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ, ഒരു സോളിഡ് മറ്റൊരു ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് ഫോം ചെയ്യുന്ന സൊല്യൂഷൻസ്. അതായത് എക്സാമ്പിൾ നമ്മൾ പറയണത് ക്യാംഫറും എയറും ആണ്. ക്യാംഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ
കർപ്പൂരം, വിളക്കൊക്കെ കത്തിക്കുമ്പോൾ കത്തിക്കത്തില്ലേ കർപ്പൂരം. അപ്പോൾ ഈ കർപ്പൂരം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർപ്പൂരത്തിനുള്ള ഒരു പവറാണ് എന്തെന്ന് പറയുന്നത് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുന്ന ആർക്കുള്ള പവറാണ്? നമ്മുടെ കർപ്പൂരത്തിനൊക്കെ ഉള്ള ഒരു പവറാണ് നമ്മുടെ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് ചൂടാവുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? നമ്മുടെ കർപ്പൂരത്തിനൊക്കെ പറ്റും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. അതായത് നോർമലി ഒരു സാധനത്തിന് നമ്മൾ ചൂടാക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഐസിനെ ചൂടാക്കി അവിടെ നമുക്ക് എന്ത് കിട്ടണം? വാട്ടർ കിട്ടണം. വാട്ടറിനെ പിന്നെയും ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ വേപ്പർ കിട്ടും അല്ലേ? അതായത് സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡ് കിട്ടും, ലിക്വിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് കിട്ടും. പക്ഷേ ഇവിടെ ചില സബ്സ്റ്റൻസിന് എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്? സോളിഡ് ഫേസിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാഷ്യസ് ഫേസിലേക്ക് പോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് വിത്തൗട്ട് ഗോയിങ് ത്രൂ എന്ത് ഫേസ് ആണ്? ലിക്വിഡ് ഫേസ് അല്ലേ? സം സബ്സ്റ്റൻസസ് ക്യാൻ ഡയറക്ട്ലി മൂവ് ഫ്രം സോളിഡ് ഫേസ് ടു ഗ്യാഷ്യസ് ഫേസ് വിത്തൗട്ട് മൂവിങ് ത്രൂ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് എന്ത്? ഈ കേപ്പബിലിറ്റിയെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പോൾ സബ്ലിമേഷൻ്റെ കഴിവ് ആർക്കുണ്ട്? ക്യാംഫറിനുണ്ട്. സബ്ലിമേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് ഡയറക്റ്റ് പോകുന്നതിനാണ് എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ക്യാംഫർ എന്ത് ചെയ്യുവാണ്? കത്തിക്കുന്ന സമയത്ത് അത് ഡയറക്റ്റായിട്ട് സബ്ലൈം ചെയ്ത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് എയറും ക്യാംഫറുമായിട്ട് മിക്സ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? സോളിഡ് ഇൻ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറയാം. ക്യാംഫർ ഒരു സോളിഡ് ആയിരുന്നു, അത് എയറിലേക്ക് മിക്സ് ആയി. സോളിഡ് ഇൻ ഗ്യാഷ്യസ് സൊല്യൂഷൻ. അടുത്ത് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു വെള്ളം ഒരു ലിക്വിഡ് ഫോമിലുള്ള സാധനം മറ്റൊരു ലിക്വിഡ് ഫോമിലുള്ള സാധനമായിട്ട് മിക്സ് ചെയ്യുന്നതിനെ നമുക്ക് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയാം. വാട്ടർ ആൽക്കഹോളുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നതിന് അതിന് എക്സാമ്പിളാണ്. പിന്നെ ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ. ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫോഗ് ആണ് അല്ലേ? ഫോഗ് ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷന് എക്സാമ്പിളാണ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അടുത്ത് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിൽ തന്നെ നോക്കാൻ പോകുന്നത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് അതുപോലെ തന്നെ ഡൈലൂട്ടഡ് സൊല്യൂഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു സൊല്യൂട്ടും സോൾവൻറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സൊല്യൂഷൻ കിട്ടുന്നത് അല്ലേ? സൊല്യൂട്ടും സോൾവൻറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. കമ്പാരിറ്റീവ്ലി സൊല്യൂട്ടിൻ്റെ അളവ് ഒരു സൊല്യൂഷനിൽ കുറവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാരയും 10 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ അല്ല, അതിനകത്ത് വെള്ളം ആരാണ്? സോൾവെൻ്റ് ആണ്. പഞ്ചസാര ആരാണ്? സൊല്യൂട്ടാണ്. അപ്പോൾ സൊല്യൂട്ട് സോൾവെൻറ്റിൻ്റെ അളവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? അതിനെ നമ്മൾ ഡൈലൂട്ടഡ് സൊല്യൂഷൻസ് എന്ന് പറയും അല്ലേ? സൊല്യൂട്ടിൻ്റെ അളവ് നമ്മുടെ സോൾവെൻറ്റിൻ്റെ അളവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻസ് എന്ന് പറയും. അതുപോലെ തന്നെ സൊല്യൂട്ടിൻ്റെ അളവ് സോൾവെൻറ്റിൻ്റെ അളവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ നമ്മളതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു സ്പൂൺ ഷുഗർ പ്ലസ് 1 ലിറ്റർ ഓഫ് വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ 200 grams ഓഫ് ഷുഗർ പ്ലസ് 1 ലിറ്റർ ഓഫ് വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ടേമാണ് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കലക്കി, ഈസി ആയിട്ട് കലങ്ങുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും അതിൽ ഷുഗർ ആഡ് ചെയ്യും, പിന്നെ ഒരു സ്പൂണും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്താലും എന്ത് ചെയ്യും? ഈസി ആയിട്ട് മിക്സ് ചെയ്യും. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് ആ പർട്ടിക്കുലർ സൊല്യൂഷന് വീണ്ടും വീണ്ടും അതിലേക്ക് സൊല്യൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്താക്കാൻ വേണ്ടിയിട്ട് പറ്റും? ലീക്കാനായിട്ട് പറ്റും അല്ലേ? കാരണം അതിനകത്ത് സൊല്യൂട്ടിൻ്റെ അളവ് കുറച്ചുള്ളൂ. അതിന് ഇനിയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കൂടുതൽ സൊല്യൂട്ടിനെ അതിലേക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. അങ്ങനെ ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു, 2 സ്പൂൺ പഞ്ചസാര ഇട്ടു, അതും മിക്സായി. 3 സ്പൂൺ ഇട്ടു, അതും മിക്സായി. 4 സ്പൂൺ ഇട്ടു, മിക്സായി. 5ാമത്തെ സ്പൂൺ ഇടുന്ന സമയത്ത് ഈ പഞ്ചസാര ഞാൻ എത്ര ഇളക്കിയാലും എന്ത് ചെയ്യത്തില്ല? കലങ്ങത്തില്ല അല്ലെ? അതിങ്ങനെ കട്ടിയായിട്ട് അടിയിൽ തരിയായിട്ട് തന്നെ കിടക്കും. അതായത് ഒരു പരിധിയിൽ കൂടുതൽ സൊല്യൂട്ടിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല? ഒരു സോൾവെൻറ്റിനെ ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ ആ ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ടു. അപ്പോൾ ഇനി ഈ പഞ്ചസാര എന്ത് ചെയ്യത്തില്ല? കലങ്ങത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
സൊല്യൂഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കൂടുതൽ സൊല്യൂട്ടിനെ അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല? കൂടുതൽ സൊല്യൂട്ടിനെ അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കൂടുതൽ സൊല്യൂട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റത്തില്ല? ഒരു സൊല്യൂഷന് പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഷുഗർ മോളിക്യൂൾസിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ആ ഷുഗർ സൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി കൂടുതൽ സൊല്യൂഷൻസ് ഇതിലേക്ക്, കൂടുതൽ ഷുഗർ ഇതിലേക്ക് കലങ്ങാത്ത അവസ്ഥ. ഇനി സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 5 സ്പൂൺ പഞ്ചസാര 4 സ്പൂൺ വരെ കലങ്ങി, 5ാമത്തെ സ്പൂൺ ഇട്ടും അത് കലങ്ങിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 5ാമത്തെ സ്പൂൺ പഞ്ചസാര എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അതിൽ കലർത്തിയേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണെങ്കിൽ അതിനെ ഞാൻ പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കും. ഓക്കെ, ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ചൂട് കൂടിക്കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ സൊല്യൂബിലിറ്റി കൂടും. അപ്പം കൂടുതൽ ഷുഗറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ വെള്ളത്തിന് കൂടുതൽ ഷുഗറിനെ അതിലേക്ക് അലിയിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി കൊണ്ട് നമ്മൾ കൂടുതൽ ഷുഗറിനെ ഒരു 6-7 സ്പൂൺ ഷുഗറിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇതേ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ചൂട് കൂട്ടി കൂടുതൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ ആ സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്യിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ തണുപ്പിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതിനകത്തപ്പോൾ എന്തായി? ഈ പർട്ടിക്കുലർ 1 ഗ്ലാസ് വെള്ളത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എത്ര ഷുഗറിനെയാണ്? 4 സ്പൂൺ ഷുഗറിനെയാണ്. പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഞാനിതിനെ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 8 സ്പൂൺ ഷുഗർ മിക്സ് ചെയ്യിച്ചു അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനകത്ത് ഞാനൊരു സീഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം ഷുഗർ ഞാൻ രണ്ടാമതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഷുഗറിൽ പിടിച്ചിട്ട് ബാക്കി എല്ലാ എക്സസ് ആയിട്ടുള്ള ഷുഗറും എന്ത് ചെയ്യും? തിരിച്ച് സോൾട്ട് ഫേസിലേക്ക് മാറും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റീക്രിസ്റ്റലൈസേഷൻ. അതായത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലാണ് സൊല്യൂട്ടിൻ്റെ ചെറിയൊരു എമൗണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സീഡായിട്ട് ആക്ട് ചെയ്തിട്ട് ഇതിൽ എക്സസ് ആയിട്ട് നമ്മൾ നേരത്തെ ലയിപ്പിച്ച് ചേർത്ത ഷുഗറിനെ ഒക്കെ തിരിച്ച് സോൾട്ട് ഫേസിലേക്ക് കൊണ്ടുവരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് റീക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് പഠിച്ചു, ഡൈല്യൂട്ടഡ് സൊല്യൂഷൻസ് പഠിച്ചു, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസും പഠിച്ചു. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പലപ്പോഴായിട്ട് ഞാൻ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ശരി, അടുത്ത് നമ്മൾ നോക്കുന്നത് കോൺസെൻട്രേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന 2 ടേംസാണ് മൊളാരിറ്റിയും മൊളാലിറ്റിയും. മൊളാരിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം കൊണ്ടും മൊളാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ എം കൊണ്ടുമാണ്. അപ്പോൾ മൊളാലിറ്റിയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ പഠിക്കണം. മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണത്? കോൺസെൻട്രേഷൻ നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ മെൻഷൻ ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ലിറ്റർ ഓഫ് വാട്ടർ. 1 ലിറ്റർ വെള്ളത്തിൽ എത്ര മോൾസ് സൊല്യൂട്ടോ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടോ അതിനെ നമ്മൾ എന്ത് പറയും? മൊളാരിറ്റി എന്ന് പറയും. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 1 മോൾ സൊല്യൂട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി 1 പറയും. 1 ലിറ്റർ വെള്ളത്തിൽ 2 മോൾ സാധനം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? മൊളാരിറ്റി 2 പറയും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ലിറ്റർ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ എം കൊണ്ടാണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൊളാലിറ്റി എന്ന് പറയുന്നത് സ്മോൾ എം കൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊളാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ മൊളാലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടെയ്ൻഡ് ഇൻ എ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റിയെ തന്നെയാണ് നമ്മൾ മോളാൽ കോൺസെൻട്രേഷൻ എന്നും പറയാറുണ്ട്. മൊളാലിറ്റിയെ നമ്മൾ മോളാൽ കോൺസെൻട്രേഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് മൊളാലിറ്റിയും എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ലിറ്റർ ഓഫ് സൊല്യൂഷൻ അല്ലെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്
പ്രസൻറ്റ് ഇൻ എ ലിറ്റർ ഓഫ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊളാരിറ്റി എന്ന് പറയുന്നത്. അത് മെൻഷൻ ചെയ്യുന്നത് ക്യാപിറ്റൽ M കൊണ്ടാണ്. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് സ്മോൾ m കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലേ, ഇത്രയും ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് സസ്പെൻഷൻസും കൊളോയിഡ്സും എന്താണെന്ന്. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഒരു ബീക്കറിൽ എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പിൽ വെള്ളമുണ്ട്. ഈ കപ്പിലെ വെള്ളത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യുവാണ്, കുറച്ച് ചോക്ക് പൊടി ഇട്ട് മിക്സ് ചെയ്യുവാണ്. അങ്ങനെ ചോക്ക് പൊടി ഇട്ട് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല പഞ്ചസാര വെള്ളം പോലെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് മാറത്തില്ലല്ലോ. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. ആ സസ്പെൻഷൻ ഈസ് എ സൊല്യൂഷൻ ഇൻ ദ suspension solution is the heterogeneous mixture of two or more substances where the solute particles don't dissolve and remain suspended throughout the solution. Solute particles എന്ത് ചെയ്യത്തില്ല, ഡിസോൾവ് ചെയ്യാതെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് ത്രൂ ഔട്ട് ദ സൊല്യൂഷൻസിൽ കിടക്കും. ചോക്ക് പൊടി വെള്ളത്തിൽ കിടക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും, സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതായിരിക്കും. അവരെന്ത് ചെയ്യത്തില്ല, അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് പോകത്തില്ല. പഞ്ചസാര വെള്ളവും ചോക്ക് വെള്ളവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്, ആ ഒരു വ്യത്യാസമാണ് സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊളോയിഡ്സ് ബേസിക്കലി അവർ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതായിരിക്കും. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ആ കൊളോയിഡ് ഈസ് എ മിക്സ്ചർ വിച്ച് വൺ സബ്സ്റ്റൻസ് ഡിസ്പേഴ്സ്ഡ് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസ് ഈസ് സസ്പെൻഡഡ് ത്രൂ ഔട്ട് ടു ആൻ അനദർ സബ്സ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മിൽക്കൊക്കെ പറയാം. മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിനകത്ത് വാട്ടറുമുണ്ട് ഫാറ്റും ഉണ്ട് അല്ലേ, വാട്ടറുമുണ്ട് ഫാറ്റും ഉണ്ട്. ശരിക്കും ഈ വാട്ടറും ഫാറ്റും തമ്മിൽ മിക്സ് ആവാൻ പാടുണ്ടോ? മിക്സ് ആവാൻ പാടില്ലാത്ത സാധനങ്ങളാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം നല്ല രീതിയിൽ ബ്ലെൻഡായിട്ട് മിക്സ് ആയി കിടപ്പുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സസ്പെൻഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും, കൊളോയിഡ്സും ക്ലിയർ ആയി കാണും. ഇനി നമ്മൾ നോക്കുന്നത് ടിൻഡാൽ എഫക്റ്റ്, അതുപോലെ തന്നെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ടിൻഡാൽ എഫക്റ്റും ബ്രൗണിയൻ മൂവ്മെൻറ്റ്സും ഒക്കെ കൊളോയിഡ്സ് കാണിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബീം ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റ് ബീമിനെ സ്കാറ്റർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ടിൻഡാൽ എഫക്റ്റ് അല്ലേ. ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബീം ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് എന്ത്, ടിൻഡാൽ എഫക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി കൊളോയിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ സിക്സാക് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് റെഫേഴ്സ് ടു റാൻഡം മൂവ്മെൻറ്റ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. ബ്രൗണിയൻ മൂവ്മെൻറ്റ് റെഫേഴ്സ് ടു റാൻഡം മൂവ്മെൻറ്റ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഇൻ ലിക്വിഡ്സ് ഓർ ഗ്യാസസ് ദാറ്റ് റിസൾട്ട്സ് ഫ്രം കൊളിഷൻ വിത്ത് ദ മോളിക്യൂൾസ്. അപ്പം ഇങ്ങനെ പാർട്ടിക്കിൾസ്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ സിക്സാഗ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെയും അതുപോലെ തന്നെ എന്തിൻ്റെയാണ്, നമ്മുടെ സൊല്യൂഷൻസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു പോയി. പക്ഷേ ഇനിയും നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് ആവശ്യമാണ്. അപ്പം അതൊക്കെ നമ്മൾ കെമിസ്ട്രി വീഡിയോസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇന്നത്തെ ഒരു ദിവസത്തിൽ ലിമിറ്റഡ് ടൈമിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഹെൽപ്പായെന്ന് വിചാരിക്കുകയാണ്. ഇനിയും സെഷൻസ് ഉണ്ട്, രാത്രി ലൈവ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ഈ ദിവസങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം. ഹാപ്പി ലേണിംഗ്.